സംഭവം ക്ലീശയാണ്. പക്ഷേ നമ്മുടെ ബ്രൂസ്ലി പറഞ്ഞൊരു വേർഡ്സ് ഉണ്ട്, 1000 അടവ് പഠിച്ചവനല്ല എനിക്ക് പേടി, ഒരടവ് 1000 പ്രാവശ്യം ട്രൈ ചെയ്തവനെയാണ് പേടിക്കേണ്ടത്. അതേപോലെ തന്നെയാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. കാരണം കൺസിസ്റ്റൻസി ആണ് ട്രേഡിങ്ങിന് മെയിൻ, സ്ട്രാറ്റജി അല്ല. സ്ട്രാറ്റജി, SMC, പ്രൈസ് ആക്ഷൻ, എനിത്തിങ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട്, മാർക്കറ്റിൽ വെറും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, സപ്ലൈ എവിടെ, ഡിമാൻഡ് എവിടെ എന്നുള്ളത് മാത്രം ചെക്ക് ചെയ്തുകൊണ്ട് ട്രേഡുകൾ ആൾക്കാർ എടുത്തു പോകുന്നുണ്ട്. അതാണ് റിയൽ മാർക്കറ്റിൻ്റെ ട്രേഡ്സുകൾ. പക്ഷേ അത് മാത്രം അതിജീവിച്ചു പോകാൻ. അല്ലാതെ ട്രേഡിങ്ങിൽ ഫുട് പ്രിൻറ്റ്, വോളിയം, ബുക്ക് മാപ്പ്, SMC, അത് ഇത് ECD കോൺസെപ്റ്റ്, നത്തിങ്. കൺസിസ്റ്റൻസി. നീ അത് 10 പ്രാവശ്യം ട്രൈ ചെയ്തു, നിനക്കത് കിട്ടിയില്ല. പക്ഷെ 11ാമത്തെ പ്രാവശ്യം നിനക്കത് കിട്ടേണ്ടിയിരുന്നു. 100 പ്രാവശ്യം ട്രേഡ് ചെയ്തു, 101ാമത്തെ പ്രാവശ്യം നിൻ്റെ ട്രേഡ് ചെയ്ത എല്ലാ പൈസയും നിനക്ക് ഒറ്റ ട്രേഡിൽ കിട്ടേണ്ടിയിരുന്നു. പക്ഷെ നീ ചെയ്തില്ല. അതാണ് പ്രശ്നം. പല ആൾക്കാരും ട്രേഡിങ്ങിലോട്ട് വന്നിട്ട് പല 2-3 ട്രേഡുകൾ എടുക്കും, പ്രോഫിറ്റ് കാണും, അത് കഴിഞ്ഞ് 10 ട്രേഡ് ലോസിൽ കാണും. അപ്പോഴേക്കും അവർക്ക് മടുത്തു. കാരണം ഇതാണ് ഇവരുടെ പ്രശ്നം, കൺസിസ്റ്റൻസി ഇല്ല. സോ പ്രോപ്പർ കൺസിസ്റ്റൻസിയോടെ, ക്ഷമയോടെ, പേഷ്യൻസോടെ ഇറങ്ങേണ്ട മാർക്കറ്റാണ് ട്രേഡിങ്. അതിന് മാത്രമാണെന്നുണ്ടെങ്കിൽ ഇറങ്ങുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ മൊത്തം തീരാൻ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് മാത്രം മതി. സോ സ്റ്റേ കൺസിസ്റ്റൻസ് ഗൈസ്.